നമസ്കാരം. ചാപ്റ്റർ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി ഇതുവരെ നൽകിയ വീഡിയോകൾക്കെല്ലാം വളരെ നല്ല അഭിപ്രായമാണ് കിട്ടുന്നത് എന്നറിയുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും നിങ്ങളിലേക്ക് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ഏറ്റവും മികച്ച വീഡിയോകൾ എത്തിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസവും ഉറപ്പും ഞങ്ങൾക്കുണ്ട്. അത് കൃത്യമായി ഞങ്ങൾ പാലിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇന്ന് ക്ലാസ്സുകൾ എടുക്കാനായിട്ട് വരുന്നത് നമ്മുടെ ചാപ്റ്ററിൻ്റെ ഇംഗ്ലീഷ് അധ്യാപകൻ രഞ്ജിത്ത് ആർ കെ തടവയാണ്. രഞ്ജിത്ത് സാറിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നറിയാം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള PSC ഉദ്യോഗാർത്ഥികൾക്ക് സുപരിചിതനായ രഞ്ജിത്ത് സാറിനെ ക്ലാസ്സുകളാണ് നമ്മൾ ഇന്ന് നടത്താൻ പോകുന്നത്. രഞ്ജിത്ത് സാറിനെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹായ് ഫ്രണ്ട്സ്, തഴവ ചാപ്റ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 പതിറ്റാണ്ട് കാലമായി തഴവയുടെ വിദ്യാഭ്യാസ നഭോമണ്ഡലത്തിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തഴവ ചാപ്റ്റർ കോവിഡ് കാലത്ത് വിദ്യാർത്ഥികൾക്ക് വീട്ടിലിരുന്നും പഠിക്കാം, അതായത് ക്ലാസ് റൂമിന്റെ 4 ചുവരുകൾക്കപ്പുറത്ത് വിശാലമായ ലോകമുണ്ടെന്ന് കാണിച്ചു തരാൻ തഴവ ചാപ്റ്ററിന്റെ ഈ ഉദ്യമം ഏറ്റെടുത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് ഇംഗ്ലീഷാണ് എൻ്റെ വിഷയം. എൻ്റെ പേര് രഞ്ജിത്ത് എന്നാണ്. നിങ്ങൾക്ക് പലർക്കും എന്നെ അറിയാം. ഇന്ന് ഇംഗ്ലീഷ് ഗ്രാമറിന്റെ ബേസിക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. ഇത് UP ക്ലാസ്സുകൾക്കും ഹൈസ്കൂൾ ക്ലാസ്സുകൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന തരത്തിലുള്ള ബേസ് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ആദ്യമായിട്ട് എല്ലാവരും തുടങ്ങി വെക്കുന്ന ഒരു ഭാഗമാണ് സെന്റൻസ്. നിങ്ങൾക്കെല്ലാം അറിയാം എന്താണ് സെന്റൻസ് എന്ന് ചോദിച്ചാൽ അറിയത്തില്ലെങ്കിലും ഒരു സെന്റൻസ് പറഞ്ഞാൽ ഏത് ക്ലാസ്സിലെ കുട്ടിയായാലും ഒരു സെന്റൻസ് പറയും. ഒന്നുമില്ലെങ്കിലും മൈ നെയിം ഈസ് എന്നും പറഞ്ഞ് നമ്മുടെ പേര് പറയാൻ നമ്മൾ പഠിച്ചിരിക്കും. അല്ലെങ്കിൽ അയാം എന്നും പറഞ്ഞ് പറയാൻ അറിയാത്ത ആരും കാണില്ല. പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഇതറിയാം. ഇതാണ് സെന്റൻസ്. സെന്റൻസിന്റെ വിവിധ ഭാഗങ്ങളെ കുറിച്ച് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകും. അതിനു മുമ്പ് കുറച്ചു പേർക്കെങ്കിലും അറിയാവുന്ന ഒരു ഡെഫിനിഷൻ ഉണ്ട് സെന്റൻസിന്. എന്താണ് സെന്റൻസ്? സെന്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് മേക്സ് എ കംപ്ലീറ്റ് സെൻസ്. അർത്ഥം, പൂർണ്ണമായ അർത്ഥം കിട്ടത്തക്ക വിധത്തിലുള്ള ഒരു കൂട്ടം വാക്കുകളെ സെന്റൻസ് അഥവാ വാക്യം എന്ന് പറയുന്നു. സെന്റൻസ് അഥവാ വാക്യം എന്ന് പറയുന്നു. അർത്ഥം പൂർണ്ണമായിരിക്കണം, ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആയിരിക്കണം, അതായത് വാക്കുകളുടെ കൂട്ടം. നിങ്ങൾ ഈ സെന്റൻസിലോട്ട് ശ്രദ്ധിക്കുക. എ യൂസ്ഫുൾ മെഷീൻ കമ്പ്യൂട്ടർ ഈസ്. എ യൂസ്ഫുൾ മെഷീൻ കമ്പ്യൂട്ടർ ഈസ്. എന്റെ ചോദ്യം, ഇതൊരു സെന്റൻസ് ആണോ? ആൻസറും എനിക്കറിയാം, ഇതൊരു സെന്റൻസ് അല്ല. എന്തുകൊണ്ട്? ഇതിന് ഒരു തുടക്കമില്ല, ഒരു മിഡിലില്ല, ഒരു അവസാനമില്ല. ഈ അവസാനത്തെയാണ് നമ്മൾ പങ്ക്ച്വേഷൻ മാർക്ക് എന്ന് വിളിക്കുന്നത്. പങ്ക്ച്വേഷൻ മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ സ്റ്റോപ്പ് ഉണ്ട്, ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്, എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ട്. ഓരോ തരത്തിലുള്ള പങ്ക്ച്വേഷൻ മാർക്ക് ഉണ്ട്. സാധാരണ സെന്റൻസുകളിൽ സാധാരണയായിട്ട് ഉപയോഗിച്ച് കാണുന്നത് ഈ 3 പങ്ക്ച്വേഷൻ മാർക്കാണ്: ഫുൾ സ്റ്റോപ്പ്, ക്വസ്റ്റ്യൻ മാർക്ക്, എക്സ്ക്ലമേഷൻ മാർക്ക്. സത്യം പറഞ്ഞാൽ ഇത് വെച്ച് നമുക്ക് സെന്റൻസ് ഐഡന്റിഫൈ ചെയ്യാം. ചോദ്യം, എന്തുകൊണ്ട് ഇത് സെന്റൻസ് ആയില്ല? അതിന്റെ ആൻസറും സിമ്പിൾ ആണ്. ഇതിന് അർത്ഥമില്ല. ഇതിനെന്തില്ല? അർത്ഥമില്ല. ഇത് സെന്റൻസ് അല്ല. ഇത് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്, പക്ഷെ സെന്റൻസ് അല്ല. എന്നാൽ നിങ്ങൾ ഇത് നോക്കൂ. കമ്പ്യൂട്ടർ ഈസ് എ യൂസ്ഫുൾ മെഷീൻ. കമ്പ്യൂട്ടർ ഈസ് എ യൂസ്ഫുൾ മെഷീൻ. സെന്റൻസ് ആണോ? അല്ലയോ? സെന്റൻസ് ആണ്. എന്തുകൊണ്ട്? തുടക്കമുണ്ട്, മിഡിലുണ്ട്, അവസാനമുണ്ട്. പങ്ക്ച്വേഷൻ മാർക്കിൽ അവസാനിക്കുന്നു. മാത്രമല്ല, ഇറ്റ് ഹാസ് എ സെൻസ്. അതിനൊരു അർത്ഥമുണ്ട്. അർത്ഥമുണ്ടെങ്കിൽ മാത്രമേ, കുറച്ച് വാക്കുകൾ എടുത്ത് കൂട്ടി വെച്ചാൽ ഒരിക്കലും സെന്റൻസ് ആവില്ല. സെന്റൻസ് ആവണമെങ്കിൽ അതിന് എന്ത് വേണം? അർത്ഥം വേണം. ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് മേക്സ് എ കംപ്ലീറ്റ് സെൻസ്. ഒരിക്കൽ കൂടി പറയാം. സെന്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് മേക്സ് എ കംപ്ലീറ്റ് സെൻസ്. ഇത് നിങ്ങൾ ഒരു പേപ്പറിൽ കുറിച്ചെടുക്കുക. ഡെഫിനിഷൻ ഓഫ് എ സെന്റൻസ്. സെന്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് മേക്സ് എ കംപ്ലീറ്റ് സെൻസ്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഒരു സെന്റൻസിൽ എന്തൊക്കെയുണ്ട്? ഒരു സെന്റൻസ് ആവണമെങ്കിൽ എന്തൊക്കെ ആവശ്യമുണ്ട്? ഹി ഈറ്റ്സ് എ മാംഗോ. ഈ സെന്റൻസിനോട് ശ്രദ്ധിക്കൂ. ഈ സെന്റൻസിൽ എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷ് പഠിച്ച ഒരാളെ സംബന്ധിച്ച് പറയാൻ കഴിയും. ഇതിനകത്ത് സബ്ജക്റ്റ് ഉണ്ട്, ഇതിനകത്ത് വെർബ് ഉണ്ട്, ഇതിനകത്ത് ഒബ്ജക്റ്റ് ഉണ്ട്. ശരിയല്ലേ? ഹി സബ്ജക്റ്റ് ആണ്, ഈറ്റ്സ് വെർബ് ആണ്, എ മാംഗോ ഒബ്ജക്റ്റ് ആണ്, അവസാനിക്കുന്നത് ഫുൾ സ്റ്റോപ്പ്. ഇനി പറ, ഒരു സെന്റൻസ് ആവണമെങ്കിൽ സബ്ജക്റ്റ് വേണം, വെർബ് വേണം, ഒബ്ജക്റ്റ് വേണം. നിർബന്ധമുണ്ടോ? ഇല്ല. സെന്റൻസ് ആവണമെങ്കിൽ സബ്ജക്റ്റ് വേണം, ഒബ്ജക്റ്റ് വേണം, വെർബ് വേണം. എന്നാൽ നിർബന്ധമില്ല. നിങ്ങൾ ഈ സെന്റൻസിലോട്ട് നോക്കൂ. ബോയ്സ് പ്ലേ. ഇവിടെ സബ്ജക്റ്റും വെർബും മാത്രമേ ഉള്ളൂ. അതിന്റെ അർത്ഥം സബ്ജക്റ്റും വെർബും മാത്രം ഉപയോഗിച്ച് മീനിങ്ഫുൾ ആയിട്ടുള്ള സെന്റൻസ് ഉണ്ടാക്കാം. ഒബ്ജക്റ്റ് ആവശ്യമില്ല. ആൺകുട്ടികൾ കളിക്കുന്നു. ബേർഡ്സ് ഫ്ലൈ. നമ്മൾ പറയാറുണ്ടല്ലോ ബേർഡ്സ് ഫ്ലൈ.
പക്ഷികൾ പറക്കുന്നു, ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്നു. സെന്റൻസ് ആണ്, പക്ഷെ അവിടെ എന്തില്ല? സബ്ജക്റ്റും വെർബും മാത്രമേ ഉള്ളൂ, ഒബ്ജക്റ്റ് ഇല്ല. ഒബ്ജക്റ്റ് ഇല്ലാതെയും മീനിങ് ഫുൾ ആയിട്ടുള്ള സെന്റൻസ് ഉണ്ടാക്കാം. വളരെ റെയർ ആയിട്ടുള്ള ഒരു കാര്യം. ഗെറ്റ് ഔട്ട് ഈ സെന്റൻസ് നോക്കൂ. ഇതൊരു സെന്റൻസ് ആണോ എന്ന് ചോദിച്ചാൽ പലരും ആദ്യം ആശയക്കുഴപ്പത്തിലാവും. ഇത് സെന്റൻസ് ആണോ? ആണ്. ഇതും സെന്റൻസ് ആണ്. ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? ഇവിടെ വെർബ് മാത്രമേ ഉള്ളൂ. എന്ത് മാത്രമേ ഉള്ളൂ? വെർബ് മാത്രമേ ഉള്ളൂ. ചില കേസുകളിൽ വെർബ് മാത്രം ഉപയോഗിച്ച് മീനിങ് ഫുൾ ആയിട്ടുള്ള സെന്റൻസ് ഉണ്ടാക്കാം. ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് ഗെറ്റ് ഔട്ട്, ഷട്ട് അപ്പ്, കമ്മിൻ. ഇതെല്ലാം വെർബ് മാത്രമുള്ള സെന്റൻസുകളാണ്. ഈ സെന്റൻസുകളെ ഇംഗ്ലീഷിൽ വിളിക്കുന്നത്, നിങ്ങൾ തുടർന്ന് പഠിക്കും, ഇമ്പരേറ്റീവ് സെന്റൻസ് ആണ്. അവിടെ സബ്ജക്റ്റ് ഇല്ല. അവിടെ എന്തില്ല? സബ്ജക്റ്റ് ഇല്ല. ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ അവിടെ വെർബ് മാത്രമേ ഉള്ളൂ, സബ്ജക്റ്റ് ഇല്ല. എന്നാൽ അവിടെ ഒരു സബ്ജക്റ്റ് ഉണ്ട്. എഴുതേണ്ട കാര്യമില്ല, യു ആണ് സബ്ജക്റ്റ്. എല്ലാ ഇമ്പരേറ്റീവ് സെന്റൻസിന്റെ സബ്ജക്റ്റ് യു എന്നാണ്. എന്താണ്? യു എന്നാണ്. എന്തുകൊണ്ട്? യു ഗെറ്റ് ഔട്ട് എന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഷട്ടപ്പ് എന്ന് പറഞ്ഞാൽ മതി. യു ഷട്ടപ്പ് എന്ന് പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് അത് നമ്മൾ ഒഴിവാക്കുന്നു. പക്ഷെ അവിടെ ഒരു സബ്ജക്റ്റ് ഉണ്ട്, യു ആണ്. ഒരിക്കൽ കൂടി, ഡെഫിനിഷൻ ഓഫ് എ സെന്റൻസ്. സെന്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് മേക്സ് എ കംപ്ലീറ്റ് സെൻസ്. പൂർണ്ണമായ അർത്ഥം കിട്ടത്തക്ക വിധത്തിലുള്ള ഒരു കൂട്ടം വാക്കുകളെ സെന്റൻസ് അഥവാ വാക്യം എന്ന് പറയുന്നു. സെന്റൻസ് ആവണമെങ്കിൽ അതിന് അർത്ഥം വേണം, ഒരു തുടക്കം വേണം, മിഡിൽ വേണം, അവസാനം വേണം. അവസാനത്തെയാണ് പങ്ക്ച്വേഷൻ മാർക്ക് എന്ന് പറയുന്നത്. ഒരു സെന്റൻസ് ആവണമെങ്കിൽ മിനിമം എന്ന് പറയാൻ പറ്റത്തില്ല. വേണ്ട കാര്യങ്ങൾ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. എന്നാൽ സബ്ജക്റ്റും വെർബ് ഉപയോഗിച്ചും മീനിങ് ഫുൾ ആയിട്ടുള്ള സെന്റൻസ് ഉണ്ടാക്കാം. ചില കേസുകളിൽ വെർബ് മാത്രം ഉപയോഗിച്ചും മീനിങ് ഫുൾ ആയിട്ടുള്ള സെന്റൻസ് ഉണ്ടാക്കാം. സെന്റൻസിന്റെ ഡെഫിനിഷൻ ആണ്. അതുപോലെ സെന്റൻസ് എന്തൊക്കെ കാര്യങ്ങൾ ചേർന്നുള്ളതാണെന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. സെന്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് മേക്സ് എ കംപ്ലീറ്റ് സെൻസ്. A sentence constitutes a subject, verb, object. Sometimes a verb and a subject can itself constitute a sentence. In rare cases, a verb itself can constitute a sentence. They are called imperative sentence. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വിവിധ തരത്തിലുള്ള സെന്റൻസുകളെ പ്രധാനമായിട്ടും 4 ആയി തരംതിരിക്കാം. സെന്റൻസുകളെ അതിന്റെ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രധാനമായിട്ടും 4 ആയി തരംതിരിക്കാം. ആ 4 വിഭാഗങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഇത് മനസ്സിലായെങ്കിൽ മാത്രം. ഓക്കെ ആണല്ലോ? അതിനു മുമ്പ് നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് സെന്റൻസുകൾ, ഒരു 10 സെന്റൻസുകൾ ഓർഡറിൽ നിങ്ങളുടെ ബുക്കിലോട്ട് നിങ്ങൾ എഴുതി വെക്കുക. അതിനുശേഷം മാത്രം ക്ലാസിന്റെ ബാക്കി കാണുക. ഓക്കെ, സെന്റൻസ് പ്രധാനമായും 4 വിധം. ആദ്യം പേര് പഠിക്കുക. സെന്റൻസ് പ്രധാനമായും 4 വിധം. സെന്റൻസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 4. ദേ ആർ അസർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ് സെന്റൻസ്, ഇന്ററോഗേറ്റീവ് സെന്റൻസ്, ഇമ്പരേറ്റീവ് സെന്റൻസ്, എക്സ്ക്ലമേറ്ററി സെന്റൻസ്. ഒരിക്കൽ കൂടി, അസർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ് സെന്റൻസ്, അസർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെന്റൻസ്, ഇന്ററോഗേറ്റീവ് സെന്റൻസ്, ഇമ്പരേറ്റീവ് സെന്റൻസ്, എക്സ്ക്ലമേറ്ററി സെന്റൻസ്. ഇവയാണ് പ്രധാനപ്പെട്ട 4 സെന്റൻസുകൾ. നിങ്ങൾ ഇതിന്റെ പേരൊന്ന് പഠിച്ചു തരണം. പേര് പഠിച്ചു തന്നാൽ നമുക്ക് ഇതെങ്ങനെ ഐഡന്റിഫൈ ചെയ്യണമെന്നും എന്താണ് 4 തരത്തിലുള്ള സെന്റൻസുകൾ എന്നും വ്യക്തമായിട്ട് പറയാൻ പറ്റും. ഒരിക്കൽ കൂടി, സെന്റൻസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 4. ദേ ആർ അസർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ് സെന്റൻസ്, 2 interrogative sentence, 3 imperative sentence, 4 exclamatory sentence. Assertive or declarative sentence, interrogative sentence, imperative sentence and exclamatory sentence. ആദ്യമായിട്ട് അസർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെന്റൻസ് എന്താണെന്ന് നോക്കാം. അസർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ് സെന്റൻസ്. ഒന്നാമത്തെ സെന്റൻസിന്റെ പേര് അസർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ് സെന്റൻസ്. എന്താണ് അസർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ് സെന്റൻസ്? ഡെഫിനിഷൻ ഈസ് വെരി സിമ്പിൾ. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ്. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ്. കുറച്ചുകൂടെ മനസ്സിലാവാൻ വേണ്ടി പറയാം, പ്രസ്താവന. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്താണ് ഈ പ്രസ്താവന? എന്താണ് പ്രസ്താവന എന്ന് ചോദിച്ചാൽ അടുത്ത പോയിന്റ് പറയണം. സബ്ജക്റ്റിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കും. വെറും സിമ്പിൾ ആണ്. സബ്ജക്റ്റിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്ന സെന്റൻസുകളെ വിളിക്കുന്ന പേരാണ് അസർട്ടീവ് സെന്റൻസ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെന്റൻസ്. എന്താണ് സ്റ്റേറ്റ്മെന്റ് എന്ന് ചോദിച്ചാൽ പ്രസ്താവന. പ്രസ്താവന എന്താണെന്ന് ചോദിച്ചാൽ സബ്ജക്റ്റ് തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കും. സിമ്പിൾ. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ്. ഇറ്റ് ബിഗിൻസ് വിത്ത് സബ്ജക്ട് ആൻഡ് എൻഡ്സ് വിത്ത് ഫുൾ സ്റ്റോപ്പ്. ഫോമീസ്, ഇതിനൊരു ഫോം ഉണ്ട്. ആദ്യമേ പറഞ്ഞു, സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്ട്. സത്യം പറഞ്ഞാൽ സെന്റൻസിന് എക്സാമ്പിൾ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ 2 എണ്ണം അസർട്ടീവ് സെന്റൻസ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സെന്റൻസുകളും അസർട്ടീവ് സെന്റൻസ്. ഹി ഈറ്റ്സ് എ മാംഗോ, ഐ പ്ലേ ക്രിക്കറ്റ്, അക്ബർ വാസ് എ ഗ്രേറ്റ് മുഗൾ എംപറർ, സച്ചിൻ ഈസ് എ ഗ്രേറ്റ് ക്രിക്കറ്റർ. ഇങ്ങനെ തുടങ്ങുന്നു അസർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ് സെന്റൻസ്. ഒരിക്കൽ കൂടി, സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താണ് സ്റ്റേറ്റ്മെന്റ്? സബ്ജക്ട് തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കും. അതിന്റെ ഫോം എന്ന് പറയുന്നത് സബ്ജക്ട് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് ആണ്. വീണ്ടും ഒരു കാര്യം കൂടെ പഠിക്കണം. അസർട്ടീവ് ഡിക്ലറേറ്റീവ് സെന്റൻസ് എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞ് ഒരു 10 എക്സാമ്പിൾ പഠിച്ചു കഴിഞ്ഞ് ഒരു കാര്യം കൂടെ പഠിക്കണം. എന്താണത്? അസർട്ടീവ് സെന്റൻസിനെ വീണ്ടും 2 ആയി തരംതിരിക്കാം. ഏതൊക്കെ? അഫർമേറ്റീവ് എന്ന്, നെഗറ്റീവ് എന്ന്. ഇത് പലർക്കും അറിയത്തില്ല. അപ്പൊ അറിയാത്ത കാര്യങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചോളൂ.
അപ്പൊ നിങ്ങൾ ഇത് എഴുതി വെക്കുമ്പോൾ അസർട്ടീവ് ക്യാൻ ബി ഡിവൈഡ് ഇൻടു ടു എന്ന് നമ്മൾ പ്രധാനമായിട്ട് എഴുതി വെക്കണം. അസർട്ടീവ് ക്യാൻ ബി ഡിവൈഡ് ഇൻടു ടു. ദേ ആർ അഫർമേറ്റീവ് ഓർ നെഗറ്റീവ് സെന്റൻസ്. അഫർമേറ്റീവ് ഓർ നെഗറ്റീവ് സെന്റൻസ്. എന്താണ് അഫർമേറ്റീവ്? പോസിറ്റീവ് എന്ന് നമ്മൾ വിളിക്കുന്ന സെന്റൻസുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? അഫർമേറ്റീവ്. നമ്മൾ പോസിറ്റീവ് എന്ന് വിളിക്കുന്ന സെന്റൻസുകളാണ് എന്ത്? അഫർമേറ്റീവ്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് സെന്റൻസ്. പോസിറ്റീവ് എന്ന് വിളിക്കുന്ന സെന്റൻസുകൾ അഫർമേറ്റീവും, നെഗറ്റീവ് സെന്റൻസുകൾ നെഗറ്റീവ്. ഇതിന്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. എക്സാമ്പിൾ എഴുതുമ്പോൾ മനസ്സിലാവും. ഐ ഈറ്റ് എ മാംഗോ. ഐ ഈറ്റ് എ മാംഗോ. ഞാൻ പറയുന്നത് ഒരു പോസിറ്റീവ് സെന്റൻസ് ആണെന്ന്. എന്താണെന്ന് കൂടുതലായിട്ട് മനസ്സിലാവണമെങ്കിൽ അടുത്ത സെന്റൻസ് എഴുതാം. ഐ ഡോണ്ട് ഈറ്റ് എ മാംഗോ. ഐ ഡോണ്ട് ഈറ്റ് എ മാംഗോ. നിങ്ങൾ നോക്ക്. ഐ ഈറ്റ് എ മാംഗോ പോസിറ്റീവ് അല്ലെങ്കിൽ അഫർമേറ്റീവ് സെന്റൻസ്. ഐ ഡോണ്ട് ഈറ്റ് എ മാംഗോ നെഗറ്റീവ് സെന്റൻസ്. ഇപ്പൊ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലായി കാണും. നിങ്ങൾ പറയും നോട്ട് വരുന്നതാണ് നെഗറ്റീവ് സെന്റൻസ്. കറക്റ്റ്. നോട്ട് വരുന്നത് മാത്രമല്ല 16 നെഗറ്റീവ് വേർഡ്സ് ഉണ്ട്. നോ, നോട്ട്, നത്തിങ്, നെയ്തർ, നോർ, നെവർ, നോബഡി, നോ വൺ, നൺ. എഴുതി വെക്കണം. നോ, നോട്ട്, നത്തിങ്, നെയ്തർ, നോർ, നെവർ, നോബഡി, നോ വൺ, നൺ. ഇവ നെഗറ്റീവ് ആണ്. തീർന്നില്ല. സെമി നെഗറ്റീവ്സ് ഉണ്ട്. ഹാർഡ്ലി, സ്കേഴ്സിലി, റെയർലി, ബെയർലി, സെൽഡം, ലിറ്റിൽ, ഫ്യൂ. എഴുതി വെച്ച് പഠിക്കണം. ഈ പറഞ്ഞ നെഗറ്റീവ് വേർഡ്സുകൾ വരുന്ന സെന്റൻസുകളെല്ലാം നെഗറ്റീവ് സെന്റൻസുകൾ. അല്ലാത്ത സെന്റൻസുകളെല്ലാം പോസിറ്റീവ് അല്ലെങ്കിൽ അഫർമേറ്റീവ് സെന്റൻസുകൾ. പറയൂ. ഐ ഈറ്റ് എ മാംഗോ അത് പോസിറ്റീവ് ആണ്, അഫർമേറ്റീവ് ആണ്. ഐ ഡോണ്ട് ഈറ്റ് എ മാംഗോ എന്താണത്? നെഗറ്റീവ് സെന്റൻസ് ആണ്. കൂടുതൽ അറിഞ്ഞില്ലെങ്കിലും അസർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ് സെന്റൻസിനെ രണ്ടായി തരംതിരിക്കാം. അഫർമേറ്റീവ്, നെഗറ്റീവ് എന്ന് തിരിച്ചറിഞ്ഞിരിക്കുക. ഒറ്റ കാര്യം, നെഗറ്റീവ് വേർഡ്സ് നോക്കിയാണ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് തീരുമാനിക്കുന്നത്. നോ, നോട്ട്, നത്തിങ്, നെയ്തർ, നോർ, നെവർ, നോബഡി, നോ വൺ, നൺ, ഹാർഡ്ലി, സ്കേഴ്സ്ലി, റെയർലി, ബെയർലി, സെൽഡം, ലിറ്റിൽ, ഫ്യൂ. ഇവ വരുന്ന സെന്റൻസുകൾ നെഗറ്റീവ് സെന്റൻസുകളും ഇവ ഇല്ലാത്ത സെന്റൻസുകൾ പോസിറ്റീവ് അല്ലെങ്കിൽ അഫർമേറ്റീവ് സെന്റൻസുകൾ വിളിക്കും. ഒരിക്കൽ കൂടി, അസർട്ടീവ് സെന്റൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. Assertive sentence is a statement. What is a statement? A statement begins with the subject and ends with full stop. The form is subject plus verb plus object. Simple notes തയ്യാറാക്കുക. Simple notes തയ്യാറാക്കി വെക്കുക. സെന്റൻസ് നിങ്ങളുടെ കയ്യിലാവും. എന്തെഴുതി വെക്കണം? It is a statement. It begins with the subject and ends with the full stop. That is the identification. കണ്ടുപിടിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം സബ്ജക്റ്റ് തുടങ്ങും ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കും. കാരണം വേറെ ഒരു സെന്റൻസുകളും സബ്ജക്റ്റ് തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കത്തില്ല. അത് അസർട്ടീവ് സെന്റൻസ് ആയിരിക്കും. ഫോം സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് പിന്നെ ഫുൾ സ്റ്റോപ്പ്. ഒബ്ജക്റ്റ് നിർബന്ധമില്ല. സബ്ജക്റ്റ് വെർബ് ഫുൾ സ്റ്റോപ്പ് ആയാലും അസർട്ടീവ് സെന്റൻസ് കണക്കാക്കുക. ബോയ്സ് പ്ലേ ആദ്യമേ പറഞ്ഞല്ലോ. ഓക്കെ ആണല്ലോ. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ്. ഇറ്റ് ബിഗിൻസ് വിത്ത് സബ്ജക്റ്റ്. ദ ഫോം ഈസ് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഇറ്റ് ക്യാൻ ബി ഡിവൈഡ് ഇൻടു ടു. ദേ ആർ affirmative and negative. What is affirmative? Positive. The so-called positive sentence are called affirmative sentence. Negative. No, not, nothing, neither, nor, never, nobody, no one, none. Hardly, scarcely, rarely, barely, seldom, little, few. ഇവ വരുന്ന സെന്റൻസുകൾ നെഗറ്റീവ് സെന്റൻസുകൾ. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞത് അസർട്ടീവ്, ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെന്റുകളെ കുറിച്ചാണ്. ഓക്കെ, സെന്റൻസ് അവസാനിക്കുന്നില്ല. ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യം ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്. സെന്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് മേക്സ് എ കംപ്ലീറ്റ് സെൻസ്. ഒരു സെന്റൻസ് ആവണമെങ്കിൽ അതിന് സബ്ജക്ട് വേണം, വെർബ് വേണം, ഒബ്ജക്റ്റ് വേണം. എക്സാമ്പിൾ, ഹി ഈറ്റ്സ് എ മാംഗോ. സബ്ജക്റ്റും വെർബും ഉപയോഗിച്ച് മീനിങ് ഫുൾ ആയിട്ടുള്ള സെന്റൻസ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. ബോയ്സ് പ്ലേ, ബേർഡ്സ് ഫ്ലൈ. വെർബ് മാത്രം ഉപയോഗിച്ചും ഇംഗ്ലീഷിൽ മീനിങ് ഫുൾ ആയിട്ടുള്ള സെന്റൻസുകൾ ഉണ്ടാക്കാം. എക്സാമ്പിൾ, ഷട്ട് അപ്പ്, ഗെറ്റ് ഔട്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന സെന്റൻസ് ആണത് ഇമ്പരറ്റീവ് സെന്റൻസ്. വെർബ് മാത്രമേ ഉള്ളൂ, ഇവിടെ സബ്ജക്റ്റ് ഇല്ല. അവിടെ ഒരു സബ്ജക്റ്റ് ഉണ്ട്, യു. ഒരു സെന്റൻസ് പഠിച്ചു. സെന്റൻസിനെ 4 ആയി തരംതിരിക്കാമെന്ന് പഠിച്ചു. അസർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ് സെന്റൻസ് ഓർ ഇന്ററോഗേറ്റീവ് സെന്റൻസ്, ഇമ്പരറ്റീവ് സെന്റൻസ്, എക്സ്ക്ലമേറ്ററി സെന്റൻസ്. അസർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ് 2, ഇന്ററോഗേറ്റീവ് 3, ഇമ്പരറ്റീവ് 4, എക്സ്ക്ലമേറ്ററി. ആദ്യത്തെ സെന്റൻസ് വളരെ വൃത്തിയായിട്ട് ഞാൻ പറഞ്ഞു തന്നു. അസർട്ടീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ബിഗിൻസ് വിത്ത് സബ്ജക്ട്, എൻഡ്സ് വിത്ത് ഫുൾ സ്റ്റോപ്പ്. ഫോം ഈസ് സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്ട്. ക്യാൻ ബി ഡിവൈഡ് ഇൻടു 2. ഏതൊക്കെയാണ്? അഫർമേറ്റീവ്, നെഗറ്റീവ്. അഫർമേറ്റീവ് മീൻസ് പോസിറ്റീവ്. നെഗറ്റീവ് വേർഡ്സ് ഉള്ള സെന്റൻസുകൾ നെഗറ്റീവ്. ഏതൊക്കെയാണ് നെഗറ്റീവ് വേർഡ്സ് ഞാൻ പറഞ്ഞു. ക്ലാസ് അവസാനിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് തരാം. ആദ്യം ഞാൻ പറഞ്ഞതനുസരിച്ച് നോട്ട് തയ്യാറാക്കുക. വാട്ട് ഈസ് എ സെന്റൻസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെന്റൻസ്, ഓരോന്നിനും അതിന്റെ ഡെഫിനിഷൻസ്, അതിനുശേഷം എക്സാമ്പിൾ. അതാണ് അസൈൻമെന്റ്. അഫർമേറ്റീവ് സെന്റൻസിനും നെഗറ്റീവ് സെന്റൻസിനും ഒരുമിച്ച് എഴുതണ്ട. അസർട്ടീവ് സെന്റൻസിന് നിങ്ങൾ 15 എക്സാമ്പിൾ എഴുതണം. അതിൽ ആദ്യത്തെ 10 എണ്ണം അഫർമേറ്റീവ്, പോസിറ്റീവും നോ, നോട്ട് വരാത്തതും, അവസാനത്തെ 5 എണ്ണം നെഗറ്റീവ്. എഴുതി വെക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ സെന്റൻസ് അവസാനിപ്പിക്കുന്നതായിരിക്കും. അപ്പം തുടർന്നുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടി കാത്തിരിക്കുക.
ചാപ്റ്ററിന്റെ ഈ ഉദ്യമത്തിൽ നിങ്ങളും പങ്കാളികളാകുക. വീട്ടിലിരുന്ന് പഠിക്കാം. ക്ലാസ് റൂമിന്റെ 4 ചുവരുകൾക്കപ്പുറത്തും വിശാലമായ ലോകമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ആയിരിക്കണം ഒരുപക്ഷെ ഈ പ്രതിസന്ധികൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പഠനം തുടരുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമായിട്ട് എടുക്കണം. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, വൈസ് മാൻ ഹാസ് ഇനഫ് ഡ്യൂട്ടീസ് അറ്റ് ഹോം. വീട്ടിലിരിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമാനായ ഒരു മനുഷ്യന് വീട്ടിലിരുന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സത്യം പറഞ്ഞാൽ ഈ സമയത്തായിരിക്കണം നമ്മൾ നമ്മുടെ ക്രിയേറ്റിവിറ്റി കാണിക്കേണ്ടത്. വീട്ടിൽ നമ്മളെ അടച്ചിടുമ്പോൾ നമ്മുടെ ചിന്തകൾ പുറത്തോട്ട് നമ്മുടെ ചുവരുകൾക്കപ്പുറത്തേക്ക് പോകണം. അത് എവിടെ ആയാലും നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം നമ്മുടെ സമയം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മാത്രം ചിന്തിക്കുക. ബാക്കി എല്ലാ പ്രതിസന്ധികളും നമ്മളെ ബാധിക്കാൻ പാടില്ല. ഒരു പ്രതിസന്ധികളും നമ്മളെ ബാധിക്കാൻ പാടില്ല. അതിനുവേണ്ടിയാണ് ചാപ്റ്റർ ഇങ്ങനെ ഒരു ഉദ്യമമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. വളരെ സക്സസ്ഫുൾ ആയിട്ട് ചാപ്റ്ററിന്റെ ക്ലാസ്സുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ അത്രമാത്രം വ്യൂവേഴ്സ് ആണ്. പല സ്ഥാപനക്കാരും നമ്മുടെ ക്ലാസ്സുകൾ ഉപയോഗിക്കുന്നുണ്ട്. പല സംസ്ഥാനങ്ങളിലേക്ക് നമ്മുടെ ക്ലാസ്സുകൾ. ഈ ഇടയ്ക്ക് ബാംഗ്ലൂരിൽ നിന്നൊരു കുട്ടി എനിക്ക് കമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും എത്രമാത്രം നമ്മുടെ സ്ഥാപനത്തിനകത്ത് നിന്ന് നമ്മൾ ക്ലാസ് എടുക്കുന്നതിനേക്കാൾ കൂടുതൽ റീച്ച് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇത് പലരും കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് നമുക്ക് മാത്രമല്ല വേറെ പലർക്കും പ്രയോജനപ്പെടുന്നു. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾ ഇത് പ്രയോജനപ്പെടുത്തുക. ചാപ്റ്ററിനോടൊപ്പം നിൽക്കുക. വീണ്ടും പുതിയ ക്ലാസ്സുമായിട്ട് ഞാൻ എത്തുന്നത് വരെ കാത്തിരിക്കുക. താങ്ക് യു. ബൈ ഫ്രം രഞ്ജിത്ത്.